നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീ സുരക്ഷ എത്രമാത്രം അപകടകരമായ അവസ്ഥയിലാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ. കാസർഗോഡ് നിന്ന് ഏറെ ആശങ്കപ്പെടുത്തുന്ന 3 വാർത്തകളാണ് തുടക്കത്തിൽ തന്നെ സ്പോട്ട് ലൈവ് പങ്കുവെക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് നടന്നുപോയ 11 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പൂട്ടിയിട്ട് പീഡിപ്പിച്ചതാണ് അതിൽ ആദ്യത്തേത്. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം ഉണ്ടായത്. പ്രദേശത്തെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. പോക്സോ കേസിലെ ഇരയുടെ കുടുംബത്തെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ പ്രതി അറസ്റ്റിലായതാണ് മറ്റൊരു സംഭവം. കുമ്പള ബംബ്രാണ വയലിയിലെ വരുൺ രാജ് ഷെട്ടിയാണ് ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത്. ബസ് യാത്രയ്ക്കിടെ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടന്ന സംഭവവും ഉണ്ടായി. കാഞ്ഞങ്ങാടിനും ബേക്കലിനും ഇടയിൽ സ്വകാര്യ ബസ്സിൽ ആയിരുന്നു ഈ സംഭവം. മാലോത്ത് സ്വദേശിനിയായ യുവതി മകളുമായി ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ദാരുണ അനുഭവം നേരിട്ടത്. യുവതി തന്നെയാണ് മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തത്. ഞാൻ പാലക്കുന്ന് ഡ്യൂട്ടിക്ക് വരികയായിരുന്നു. 6 വയസ്സുള്ള മോള് മടിയിലിരിക്കുന്നുണ്ട്. അന്നേരം പാലക്കുന്ന് ഞാനൊരു ശാന്തി ബസ് അതിൽ കയറി. ബസ്സിൽ കയറിയിട്ടാകുമ്പോൾ കാഞ്ഞങ്ങാട് നിന്നും ബേക്കലത്തു നിന്ന് ഇടയിലാണ് സംഭവം. ഇയാൾ എനിക്ക് മോക്ക് നേരെ നഗ്നതാ പ്രദർശനം കാണിച്ചു. അന്നേരം ഞാൻ വീഡിയോ പിടിച്ച് പെട്ടെന്ന് കണ്ടക്ടർ ഏറ്റവും പുറകിലായതുകൊണ്ട് അയാളോട് പറയാൻ സാഹചര്യം കിട്ടിയില്ല. KV ബൈജു ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൈജു, 3 വാർത്തകൾ, അത് ഈ സമൂഹത്തിന് യോജിക്കാത്ത നിരക്കാത്ത വാർത്തകൾ തന്നെയാണ്. അതിൽ ഏറ്റവും ഒടുവിൽ ഒരു യുവതിയുടെ പ്രതികരണം ആണ് നമ്മൾ നൽകിയത്. നമുക്ക് അതിൽ നിന്ന് ആരംഭിക്കാം. അതായത് ഒരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ ആ ദുരനുഭവം നിയമത്തിന് മുന്നിൽ തെളിയിക്കേണ്ടി വരുന്ന ഒരു ഉത്തരവാദിത്വം കൂടി അതിൻ്റെ ഇരയ്ക്കുണ്ടാകുന്നു എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരം. അതിനുവേണ്ട തെളിവുകൾ അടക്കം ശേഖരിക്കാൻ ഈ യുവതിക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് ഒരു പക്ഷേ നിയമത്തിന് മുന്നിലേക്ക് ഇയാളെ എത്തിക്കാൻ ആയേക്കും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. എന്താണ് ഈ സംഭവത്തിൻ്റെ ഒരു പൂർണ്ണരൂപം? തീർച്ചയായും അഭിലാഷെ, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള അതിക്രമത്തിന് ഒരു അറുതിയുമായിട്ടില്ല എന്നതാണ് ഈ സംഭവങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 3 വ്യത്യസ്ത സംഭവങ്ങളാണ്. അതായത് കുട്ടിയെ ചെറിയ 11 വയസ്സുകാരിക്ക് നേരെയുണ്ട്, അതുപോലെ തന്നെ ഇത്തരത്തിൽ യുവതിക്ക് നേരെയുണ്ട്. അത്തരത്തിൽ സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമം വർദ്ധിച്ചു വരുന്നു എന്നതിന്റെ നേർസാക്ഷ്യങ്ങളാണ് ഈ വാർത്തകളെല്ലാം. ഏതായാലും അഭിലാഷ് സൂചിപ്പിച്ച ഈ സംഭവം കാഞ്ഞങ്ങാടിനും അത് പാലക്കുന്നിന് ഇടയിൽ, അതായത് ബേക്കലം ഇടയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. യുവതിക്ക് നേരെ എതിർവശത്തായിരുന്ന ഒരാൾ ഇത്തരത്തിൽ നഗ്നതാ പ്രദർശനം നടത്തുകയായിരുന്നു. ഈ യുവതി തന്നെയാണ് ഇതിന്റെ ദൃശ്യം ചിത്രീകരിച്ചതും. യുവതിക്കൊപ്പം മകളും ഉണ്ടായിരുന്നു. ഈ മകളെയും യുവതിയെയും നോക്കിയാണ് ഇത്തരത്തിലുള്ള ഒരു നഗ്ന പ്രദർശനം ഉണ്ടായെന്നാണ് ഇവർ പറയുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ ബേക്കൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഇയാളെക്കുറിച്ചുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് കാഞ്ഞങ്ങാട് സമാനമായ സംഭവം ഉണ്ടായത്. ബസ് സ്റ്റാൻഡിൽ വെച്ച് ഇത്തരത്തിലൊരു യുവതിയോട് നഗ്നതാ പ്രദർശനം നടത്തിയ സംഭവം അത് നാട്ടുകാർ കയ്യോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കായിരുന്നു. പക്ഷേ നമ്മൾ ഇതിന്റെ കേസുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർക്കെല്ലാം സ്റ്റേഷൻ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാൻ കഴിയുന്നു എന്നാണ്. ഇത്തരം കേസുകളിൽ ശക്തമായ നിയമ സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയാണ് ഇതിൽ വിരൽ ചൂണ്ടുന്നത്. പ്രധാനമായും ഇത്തരം കേസുകൾ പിടികൂടിയാൽ അത് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കാവുന്ന കുറ്റങ്ങളെ മാത്രമാണ് വകുപ്പുകൾ ചേർക്കുക. അതാണ് ഈ കേസിൽ ഏറ്റവും ഇത്തരം കേസുകൾ വർദ്ധിച്ചു വരാൻ ഏതായാലും സാഹചര്യം ഉണ്ടാക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ യുവതി കണ്ടക്ടറോട് വിവരം പറഞ്ഞിരുന്നു. പക്ഷേ ഈ മൊബൈലിൽ ദൃശ്യം പകർത്തുന്ന ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ഇയാൾ ഈ ബസ്സിൽ നിന്നും കടന്നു കളയുകയായിരുന്നു. ഇറങ്ങി രക്ഷപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ദൃശ്യത്തിൽ മുഖം വ്യക്തമാണ്, ഇയാളുടെ മുഖം വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന് ഇയാൾ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതായത് ബൈജു, ഈ സംഭവത്തിൽ ഇപ്പോഴും പ്രതി കാണാമറയത്ത് തന്നെയെന്നാണ്. പോലീസ് ഇതുവരെയും ഈ പ്രതിയെ പിടികൂടിയിട്ടില്ലേ? അതായത് ദൃശ്യങ്ങൾ വളരെ കൃത്യമായി ആ യുവതി തന്നെ പകർത്തിയിട്ടുണ്ടല്ലോ. അഭിലാഷ, ഈ പ്രതിയെ ഇതുവരെ പോലീസിന് പിടികൂടാനായിട്ടില്ല എന്നതാണ് ഏറ്റവും ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഇന്നലെയാണ് ഈ സംഭവം നടന്നത്. ആ സമയത്ത് തന്നെ ഈ ദൃശ്യം പോലീസിന് കൈമാറിയിരുന്നു. പക്ഷേ പോലീസിന് ഈ പ്രതിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിൽ
മുഖം വ്യക്തമാണ്. ഇത്തരത്തിൽ നേരത്തെയും സമാനമായ കേസുകളിൽ പ്രതിയെ ചേർക്കപ്പെട്ടവരാണ്. പിന്നീടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതെന്നാണ് പോലീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇയാളെ പിടികൂടാൻ എന്താണ് താമസം എന്നത് ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. മാത്രമല്ല, ഇയാൾ ആരാണെന്ന് പോലും പോലീസിന് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് ബേക്കൽ പോലീസ് വ്യക്തമാക്കുന്നത്. ഈ ദൃശ്യം പോലീസ് പരിശോധിച്ചു വരികയാണ്. ഏതായാലും യുവതി ഈ ദൃശ്യം ചിത്രീകരിച്ചുകൊണ്ടത് മാത്രമാണ് ഈ കേസിൽ ഇത്തരത്തിൽ പ്രതിയെക്കുറിച്ചുള്ള അന്വേഷണവും മറ്റും നടക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ സ്ത്രീകൾക്കെതിരെ ബസ്സിലും മറ്റു പൊതുയിടങ്ങളിലും ഒക്കെ നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് നേരത്തെയും പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ ഇത്തരത്തിൽ ചിത്രീകരിക്കുന്നത് മാത്രമാണ് പിടിക്കപ്പെടുന്നതെന്നാണ് ഏറ്റവും ഇതിൽ പ്രധാനം. എന്തായാലും തീർച്ചയായും അങ്ങനെ ഈ ബസ്സിനുള്ളിൽ ഇത്തരം അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾ നിരവധിയാണ്. നമുക്കറിയാം, ഈ പതിറ്റാണ്ടുകളോളം നിയമ പോരാട്ടം നടത്തിയ ഒരു യുവതി അല്ലെങ്കിൽ ഒരു സ്ത്രീ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് പരിചിതയുമാണ്. അപ്പോൾ പോലും തെളിവുകൾ എത്രത്തോളം ശാസ്ത്രീയമായി തെളിയിക്കപ്പെടേണ്ട അവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ വളരെ കൃത്യമാണ്. ദൃശ്യങ്ങളിൽ അവർ തന്നെ ദൃശ്യം പകർത്തിയിരിക്കുന്നു, മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയും ചെയ്യുന്നത്. എന്നിട്ടും അന്വേഷിക്കാൻ അല്ലെങ്കിൽ ഇയാളെ കണ്ടെത്താൻ ഇതുവരെയും പോലീസിന് സാധിക്കാതെ പോകുന്നു. സ്വാഭാവികമായും അത് ആ പ്രദേശവാസിയാകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സൂചന പോലീസ് പറയുന്നുണ്ടോ? ഇത് സംബന്ധിച്ച് പോലീസിന് നിലവിൽ യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ബന്ധപ്പെട്ടപ്പോഴും അങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ കാഞ്ഞങ്ങാടിനും പാലക്കുന്നിനും ഇടയിലാണ് ഈ സംഭവം നടന്നത്. ഏതായാലും ഈ പ്രദേശത്തുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കും ഈ സംഭവം നടത്തിയതെന്നാണ് പോലീസ് കരുതുന്നത്. കാരണം ഇയാൾക്ക് പരിചിതമാണ് ഈ സ്ഥലം. കൃത്യമായി ഈ ദൃശ്യം ചിത്രീകരിക്കുന്നതിനിടയിൽ ഇയാൾ ഇവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. ഇതൊരു സംസ്ഥാന പാതയാണ്. ഇതിൽ കളനാട് വരെ മാത്രമേ ഈ സ്വകാര്യ ബസ്സുകൾക്ക് ഇത്തരത്തിൽ യാത്ര ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ളവർ തന്നെയായിരിക്കും ഈ പ്രദേശത്തുള്ള ആൾ തന്നെയായിരിക്കാം ഇയാളെന്നാണ് പോലീസിന്റെ നിഗമനം. ഏതായാലും ഇയാളെ കുറിച്ച് യാതൊരു സൂചനയും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൃശ്യത്തിൽ വ്യക്തമാണ്. പാൻസും അതുപോലെ തന്നെ ഷർട്ടും ധരിച്ച് വളരെ മാന്യമായ രീതിയിൽ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരാളാണ് ഇത്തരത്തിൽ വൈകൃതമായ ഒരു കാര്യം ചെയ്യുന്നത്. ഈ യുവതി തന്റെ മകളോടൊപ്പമാണ് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ടായത്. അതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ യുവതി ഈ വീഡിയോ കൃത്യമായി ചിത്രീകരിച്ചു. കണ്ടക്ടർ പിറകുവശത്തായതുകൊണ്ട് തന്നെ കണ്ടക്ടറുടെ ശ്രദ്ധയിൽ ഇത് പെടുത്താൻ കഴിഞ്ഞില്ല. ബസ്സിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. സീറ്റിൽ ഇയാൾ തനിച്ചിരുന്ന സീറ്റിലാണ്. അതായത് യുവതി ഇരുന്നതിന് തൊട്ടെതിർവശമാണ് ഇയാൾ ഇത്തരത്തിൽ നഗ്നതാ പ്രദർശനം നടത്തിയത്. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നതല്ല, അതെ പ്രതിയെക്കുറിച്ചുള്ള സൂചനകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഇതിലിപ്പോൾ നേരത്തെ പറയുന്നതനുസരിച്ചാണ് എങ്കിൽ ഈ എത്രത്തോളം കണ്ടക്ടറെ അല്ലെങ്കിൽ ബസ് ജീവനക്കാരെ ഇടപെടിക്കാൻ സാധിച്ചു എന്നത് സംബന്ധിച്ച് വ്യക്തതക്കുറവുണ്ട്. അത് അവർ അറിയിച്ചിട്ട് കാര്യമായ ഇടപെടൽ ഉണ്ടാകാതെ പോയതാണോ അതെയോ അറിയിക്കാൻ സാധിക്കാതെ പോയതാണോ? മാത്രവുമല്ല, ഈ ദൃശ്യം പകർത്തിക്കഴിഞ്ഞു. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ അടക്കം വരുന്നുമുണ്ട്. അപ്പോൾ ബസ് ജീവനക്കാർക്ക് സ്ഥിരമായൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ ബസ് ജീവനക്കാർക്ക് അവരെ പരിചയമുണ്ടാകേണ്ടതാണല്ലോ. ഈ ജീവനക്കാർ ഉൾപ്പെടെ ഇവരോട് അനുഭാവം പുലർത്തുന്നുണ്ടോ അല്ലെങ്കിൽ സഹകരിക്കുന്നുണ്ടോ? അത്തരം വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാൻ സാധിച്ചിട്ടുണ്ടോ ബൈജു? അഭിലാഷ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെ. ഈ വിവരം നമ്മൾ ഈ യുവതിയോട് ചോദിച്ചിരുന്നു. ആ യുവതി പറഞ്ഞത് താൻ ഈ ദൃശ്യം ചിത്രീകരിക്കുന്ന കഴിഞ്ഞതിന് ശേഷം കാരണം ഇത്തരം സംഭവങ്ങളിലെല്ലാം തെളിവില്ലെങ്കിൽ വാദി പ്രതിയാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദൃശ്യം ചിത്രീകരിച്ചതിന് ശേഷം വിവരം അറിയിക്കാമെന്ന് കരുതിയായിരുന്നു ഇവർ ഇരുന്നത്. പക്ഷേ ഈ ദൃശ്യം എടുക്കുന്നത് ഇയാൾ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഇയാൾ ഇറങ്ങിയോടുന്ന സംഭവം ഉണ്ടായത്. പിന്നീട് ഈ യുവതി കണ്ടക്ടറോട് പറയുകയും വളരെ ഗൗരവത്തോടെ ഇതിൽ പരാതി നൽകണമെന്നൊക്കെ കണ്ടക്ടർ പറഞ്ഞിരുന്നു. ബസ് ജീവനക്കാർ വളരെ സഹകരണമായിരുന്നു ഈ കാര്യത്തിൽ. പരാതി നൽകണമെന്ന് ഇവരോട് പറയുകയാണ് ഉണ്ടായെന്നാണ് ഈ യുവതി ഏതായാലും പറയുന്നത്. ഏതായാലും ഈ വീഡിയോ ചിത്രീകരിക്കുക, ആദ്യം തെളിവുകൾ ഉണ്ടാക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു രീതി. നമുക്കറിയാം, പല കേസുകളിലും വാദിയെ പ്രതിയാക്കുന്ന തരത്തിൽ സൈബർ ഇടങ്ങളിൽ പോലും അത്തരത്തിൽ നിരവധി ഇത്തരത്തിലുള്ള പോസ്റ്ററുകളും മറ്റും പ്രചരിപ്പിക്കുക, ഇത്തരം സംഭവങ്ങളുള്ള ഇത്തരം പരാതിയുമായി രംഗത്ത് വരുന്നതിന് വളരെ കുറവാണ്. തങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ മാത്രമേ പരാതി നൽകാൻ പറ്റൂ എന്നൊരു സാഹചര്യം ഇത്തരം സംഭവങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ഏതായാലും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം അതിന് ഒരു കുറവുമില്ല. അത് പലതരത്തിലും ഇപ്പോൾ സമൂഹത്തിന്റെ ഇടയിൽ പൊതുയിടങ്ങളിൽ ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ്, ഏറ്റവും അവസാനത്തെ ഒരു തെളിവാണ് ഈ സംഭവം എന്ന് നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായും പട്ടാപ്പകൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു പുരുഷനാണ് സ്ത്രീകൾക്ക് നേരെ ഇത്തരത്തിൽ നഗ്നതാ പ്രദർശനം നടത്തുന്നത്. ഒരു യുവതിക്കും മകൾക്കും
നേരെയാണ് ഇത്തരത്തിൽ നഗ്നതാ പ്രദർശനം ഉണ്ടായിട്ടുള്ളത്. അതും ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ എന്നതാണ് ഏറ്റവും വലിയ നാണക്കേട്. ആ നാണക്കേടിൻ്റെ റിപ്പോർട്ട് ആണ് ഇപ്പോൾ ബൈജു പങ്കുവച്ചത് എങ്കിൽ അതിലേറെ നാണക്കേടുണ്ടാക്കുന്ന മറ്റൊരു വാർത്തയാണ് വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് നടന്നുപോയ 11 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പൂട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നുള്ളത്. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആണ് ഈ സംഭവം. പ്രദേശത്തെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ബൈജു തന്നെയാണ് ചേരുന്നത്. ബൈജു, എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? അഭിലാഷ, ഏറെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഈ ബേക്കൽ പോലീസ് സ്റ്റേഷനിലെ മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് 11 വയസ്സുകാരിയെ കത്തിക്കാട്ടി ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയി ആൾപ്പാർപ്പില്ലാത്ത വീട്ടിൽ കൊണ്ടുപോയി ഇത്തരത്തിൽ പീഡിപ്പിച്ച ഒരു സംഭവമാണ് പുറത്തു വരുന്ന വിവരം. ഏതായാലും ഈ കുട്ടി പീഡനത്തിന് ഇരയായി എന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തത ലഭിച്ചിട്ടുണ്ട്. മെഡിക്കൽ പരിശോധനയിൽ അത് തെളിഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞ മാസം 18-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ കുട്ടി ഇത്തരത്തിൽ രാവിലെ 7 മണിക്ക് ഇത്തരത്തിൽ സമീപത്തെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോകുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഈ കുട്ടി ധരിച്ചിരുന്ന ഷാള് വായിൽ തിരികിയതിനു ശേഷം കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് ഈ ഇത്തരത്തിൽ വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി ഉണ്ട്. ഏതായാലും ഇയാളെ കണ്ടെത്താൻ ബേക്കൽ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതാരാണ് ഇത് ചെയ്തതെന്ന് കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. കറുത്ത തടിച്ച ശരീരപ്രകൃതമുള്ള ഒരാളെന്നാണ് കുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ പ്രദേശത്തെ നിരവധി CCTV ക്യാമറകൾ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഈ പ്രതി ഉടൻ പിടിയിലാകുമെന്ന് തന്നെയാണ് പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ നമ്മോട് വ്യക്തമാക്കിയത്. നിരവധി പേരെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പ്രതിയെ കുറിച്ചുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ പ്രതി ഇതുവരെ കസ്റ്റഡിയിലായിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനം ഈ കുട്ടി സ്കൂളിൽ എത്തിയപ്പോൾ വയറുവേദനയും അതുപോലെ തന്നെ പനിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് അധ്യാപകർ ഇവരെ ആശുപത്രിയിലേക്ക് പറഞ്ഞേക്കുകയായിരുന്നു. പിന്നീട് വീട്ടിൽ തിരിച്ചെത്തിയ കുട്ടി തന്റെ സഹോദരിയാണ് തനിക്ക് നേരിട്ട ദുരനുഭവം പറയുന്നത്. അത്രത്തോളം ഭയപ്പാടോടെയായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത്. പിന്നീട് ഇത്തരത്തിൽ ബേക്കൽ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് വിശദമായി നടത്തിയ അന്വേഷണത്തിൽ അത് ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയിലൊക്കെ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഏതായാലും തിരിച്ചറിയുകയും അതിനുശേഷം ഈ കേസെടുക്കുകയായിരുന്നു. ഏതായാലും ഈ പ്രതി ഇതുവരെ കസ്റ്റഡിയിലായിട്ടില്ല. പ്രതിയെ കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്ന് പറയാം. നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പടന്നക്കാട് ഉറങ്ങിക്കിടക്കുകയായിരുന്ന പെൺകുട്ടിയെ ഇത്തരത്തിൽ 11 വയസ്സുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി പീഡിപ്പിച്ച സംഭവം ഉണ്ടായത്. അതിന് തൊട്ടു പിന്നാലെ ആണ് ഇപ്പോൾ വീണ്ടും സമാനമായ കേസ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ പ്രദേശത്തുള്ള ഒരാളായിരിക്കാം ഇത് ചെയ്തതെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ആദ്യം പുറമേ നിന്നുള്ള ഇതര സംസ്ഥാനത്തിൽ നിന്നുള്ള ആളിൽ നിന്നൊക്കെ ഒരു തരത്തിലുള്ള ഒരു അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. പക്ഷേ പോലീസ് പറയുന്നത് ഈ സമീപ പ്രദേശത്ത് തന്നെ ഉള്ള അറിയുന്ന ആളാണ്. കാരണം ഈ കുട്ടി കൃത്യമായി എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് ഇത്തരത്തിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോകാറുണ്ട്. അത് അറിയുന്ന കൃത്യമായ ഒരാളാണ്. 11 വയസ്സായ ഒരു കുട്ടിക്ക് നേരെയാണ് ഇത്തരത്തിൽ അതിക്രമം നടന്നതാണ്. തീർച്ചയായും അതാണ്. കേവലം 11 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് നേരെയാണ് ഇത്തരത്തിലൊരു ലൈംഗിക അതിക്രമം ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. ഇവിടെ 11 വയസ്സുള്ളത് കൊണ്ട് തന്നെ ആ കുട്ടിക്ക് കുറച്ചുകൂടിയൊക്കെ കാര്യങ്ങൾ വ്യക്തമായി പറയാൻ സാധിക്കുമല്ലോ. ബൈജു, ഈ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ആൾപ്പാർപ്പില്ലാത്ത പ്രദേശം അല്ലെങ്കിൽ വീട് എന്നൊക്കെ പറയുന്നത് ആ ലൊക്കേഷൻ്റെ ഒരു പശ്ചാത്തലം വ്യക്തമായിരുന്നോ? അതുകൂടി കൃത്യമായി അറിയാവുന്ന ഒരു പ്രതി ആയിരിക്കണമല്ലോ ഇത്തരം കൃത്യത്തിൽ ഏർപ്പെട്ടത്. തീർച്ചയായും അഭിലാഷ്, ഈ നമുക്കറിയാം പുലർച്ചെ 7 മണിക്കൊക്കെ ഈ ഇത്തരത്തിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോകുന്നത് നമുക്കറിയാം. ആ സമയത്ത് ആൾ തിരക്കില്ലാത്തൊരു സമയമാണ്. കൃത്യം ആ സമയം മനസ്സിലാക്കിയാണ് ഈ കുട്ടിയെ, അത് 11 വയസ്സായ ഒരു കുട്ടിയാണെന്ന് നമ്മൾ ഓർക്കണം. അത്തരത്തിൽ ഈ വൈകൃതം ചെയ്യുന്നവരുടെ ഒരു മാനസികാവസ്ഥ. കുട്ടി ധരിച്ചിരുന്ന ഷാള് തന്നെ എടുത്ത് വായിൽ തിരികിയതിനു ശേഷം കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ഒരു വാഹനത്തിൽ എടുത്ത് തട്ടിക്കൊണ്ടുപോവുകയും പിന്നീട് ഒരു വീട്ടിലേക്ക്, അതായത് ആൾപ്പാർപ്പില്ലാത്തൊരു വീടാണ്, അധികം താമസമില്ലാത്തൊരു വീട്ടിൽ കൊണ്ടുപോയെന്നാണ് ഈ കുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. അവിടെ വെച്ച് ഈ കുട്ടിയെ ഇത്തരത്തിൽ മൃഗീയമായി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം. എന്തായാലും ഇതിൽ പോലീസ് വളരെ ഗൗരവത്തോടെ ഈ കേസ് എടുത്തിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു. DYSPയുമായി ഞാൻ സംസാരിക്കുകയുണ്ടായി. ഇതിൽ നിരവധി പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രതിയെക്കുറിച്ചുള്ള സൂചന ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കുട്ടിയുടെ മൊഴിയും ഒപ്പം CCTV ദൃശ്യങ്ങൾ, നിർണായകമായ ചില CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ
പ്രതിയെ പിടികൂടാനാകുമെന്ന ഒരു പ്രതീക്ഷയിലാണ് പോലീസുള്ളത്. കാരണം നേരത്തെ ഞാൻ റിപ്പോർട്ട് പറഞ്ഞ പടന്നക്കാട്ട് പീഡനം സംഭവം നടന്നപ്പോൾ ആ സമയത്ത് പോലീസ് സംവിധാനം കൃത്യമായി ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടാണ് പ്രതിയെ വളരെ പെട്ടെന്ന് പിടികൂടാൻ സാധിച്ചത്. ഈ കേസിൽ ഓർക്കണം, കഴിഞ്ഞ മാസം 18-ാം തീയതിയാണ് ഈ സംഭവം നടന്നത്. പോലീസ് പറയുന്നതും അത് തന്നെയാണ്. ഇത്രയും ദിവസം കഴിഞ്ഞതുകൊണ്ട് തന്നെ പല തെളിവുകളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രതിയെ കണ്ടെത്തുക വളരെ പ്രയാസകരമാണ്. പക്ഷേ CCTV ദൃശ്യങ്ങൾ, ആ പരിസരത്തെ ആകെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രതിയെ ഉടൻ പിടികൂടാനാകുമെന്ന ഒരു പ്രതീക്ഷയും പോലീസ് പങ്കുവെക്കുന്നുണ്ട്. അത്തരത്തിൽ വേണ്ടി വന്നാൽ പ്രത്യേക അന്വേഷണ പരിചയമൊന്നും ഇല്ലാത്ത ആൾ തന്നെയാണല്ലേ? അങ്ങനെയല്ലേ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഏതെങ്കിലും തരത്തിൽ പെൺകുട്ടിക്ക് ഒരു തരത്തിലും പരിചയമുള്ളതോ അല്ലെങ്കിൽ പ്രദേശത്തുള്ള ആളുകളെയൊക്കെ 11 വയസ്സുള്ള കുട്ടി അറിഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട്, ബന്ധുക്കളാണ് എങ്കിൽ അറിഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരം സാധ്യതയെല്ലാം പോലീസ് തള്ളിക്കളയുകയാണല്ലേ? തീർച്ചയായും ഈ കാര്യം പോലീസോട് നമ്മൾ ചോദിക്കുകയുണ്ടായി. ഇതിൽ പോലീസ് പ്രധാനമായി പറയുന്നത് ഈ കുട്ടിയുടെ മൊഴി ആദ്യം രേഖപ്പെടുത്തിയിരുന്നു. അതിൽ നിന്നാണ് കുട്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കിയത്. അതായത് കറുത്ത് തടിച്ച ശരീരപ്രകൃതമുള്ള ഒരാൾ, അതായത് കുട്ടിക്ക് കൃത്യമായി ഇത് ആരാണെന്ന് വ്യക്തമല്ല, മുൻപരിചയമുള്ള ആളല്ല എന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ പോലീസ് പറയുന്നത് കുട്ടിയുടെ മൊഴി വീണ്ടും ശേഖരിക്കേണ്ടതുണ്ട്. കാരണം ഈ പ്രായത്തിലുള്ള കുട്ടികളാണ്, കൃത്യമായ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ വീണ്ടും ഇത്തരത്തിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ന് കുട്ടിയുടെ മൊഴി വീണ്ടും വിശദമായി പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട്. കുട്ടിയുടെ മാനസികാവസ്ഥയും കൂടി പരിഗണിച്ച് വേണം ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് പറയുന്നത്. കാരണം ഇത്രയും ചെറിയൊരു കുട്ടിയാണ്, ഇത്രയും വലിയൊരു ക്രൂര പീഡനം ഇരയായ ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ മാനസികാവസ്ഥ വളരെ മോശമാണെന്നാണ് പോലീസ് പറയുന്നത്. കുട്ടി ആകെ ഭയപ്പാടോടുകൂടി കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും കുട്ടിയുടെ മൊഴി വളരെ നിർണായകമാണ്. അതേസമയം തന്നെ CCTV ദൃശ്യങ്ങളാണ് പോലീസിലെ ഇതിൽ ഏറ്റവും കൂടുതൽ തെളിവായി ശേഖരിക്കാൻ പോലീസ് ശ്രമിക്കുന്നത്. മാത്രമല്ല, മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചു അവിടുത്തെ ഈ സംഭവം നടന്ന സമയത്ത് ഏതെങ്കിലും മൊബൈൽ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം നടന്നു. ഈ വീട് കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഏതായാലും പ്രതിയെ പിടികൂടിയാൽ മാത്രമേ ഈ സ്ഥലത്ത് കൊണ്ടുപോയ ഈ വീടും മറ്റു പരിസരമൊക്കെ പോലീസിന് കണ്ടെത്താൻ പറ്റും. ആ പ്രതിയെ പിടികൂടുക എന്നാണ് പോലീസിന്റെ ആദ്യത്തെ കടമ. അതിനുവേണ്ടിയുള്ള ഊർജിതമായ അന്വേഷണമാണ് നടക്കുന്നത്. ഏതായാലും കുട്ടിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് DYSP തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിലൊരു വ്യക്തത പോലീസിന് ഇപ്പോഴും വന്നിട്ടില്ല. കുട്ടിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തേണ്ടതുണ്ട്. പ്രാഥമികമായി നൽകിയ മൊഴിയിലാണ് കുട്ടി ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഏതായാലും മെഡിക്കൽ പരിശോധനയിൽ ഈ കുട്ടി 11 വയസ്സുകാരി പീഡനത്തിന് ഇരയായി എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. മെഡിക്കൽ പരിശോധന റിപ്പോർട്ട് അങ്ങനെയാണ് ഉള്ളത്. അഭിലാഷ്, റൈറ്റ്, അതാണ് ഏറ്റവും പ്രധാനം. അതായത് 11 വയസ്സുള്ള പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ തീർച്ചയായും പരിഗണിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. ചിലപ്പോഴെങ്കിലും കുട്ടികൾക്ക് ചില തോന്നലുകളോ സംശയങ്ങളോ ഉണ്ടായി പോലും ഇത്തരം പരാതികൾ ഉയരാറുണ്ട്. പക്ഷേ ഇവിടെ മെഡിക്കൽ പരിശോധനയിൽ ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി പ്രതിയിലേക്ക് എത്തിച്ചേരുക എന്നതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി. സാധാരണ നിലയിൽ ഈ പെൺകുട്ടിയുടെയോ കുടുംബത്തിൻ്റെയോ ഒന്നും ഐഡന്റിറ്റി അടക്കം പുറത്തു പോകാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ അന്വേഷണം എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയാണ്. പക്ഷേ ഇതിപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികളിലേക്കൊന്നുമല്ല അന്വേഷണം എത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CCTV ഉപയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ 2 വാർത്തകൾ ആണ് പ്രധാനമായും കാസർഗോഡ് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്കിൽ മറ്റൊരു കേസുണ്ടാകുന്നത് പോക്സോ കേസിലെ ഇരയുടെ കുടുംബത്തെ വധിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയ പ്രതി അറസ്റ്റിലായി എന്നുള്ളതാണ്. വരുൺ രാജ് ഷെട്ടി എന്നു പേരുള്ള വ്യക്തിയാണിപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ബൈജു, ഇതിപ്പോൾ ഈ പോക്സോ കേസിലെ ഇരയുടെ കുടുംബത്തെയാണല്ലോ ഭീഷണിപ്പെടുത്തിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട ആളാണോ വരുൺ രാജ്? അഭിലാഷേ, ഈ വരുൺ രാജിന്റെ സഹോദരൻ കിരൺ രാജ് എന്ന് പറയുന്ന ആളാണ് ഈ കേസിലെ പ്രതി. അയാൾ 2018 കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടന്നത്. ഇയാളിപ്പോൾ കാപ്പ കേസിലെ ഇയാൾക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകളുണ്ട്. അതുകൊണ്ട് തന്നെ കാപ്പ കുറ്റം ചുമത്തി ഇയാൾ ഇപ്പോൾ ജയിലിലാണ്. ഈ കേസിലാണ് ബന്ധുക്കളെയും അതുപോലെ തന്നെ ഈ കുട്ടിയെയും ഒക്കെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. ഈ കുട്ടി തന്നെ കഴിഞ്ഞ ദിവസം കാസർഗോഡ് കോടതിയിൽ ഈ കേസ് നടക്കുന്ന വേളയിലാണ് ഈ കാര്യം മജിസ്ട്രേറ്റിനോട് അറിയിക്കുന്നത്. തന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, തന്നെ കുടുംബത്തിന് വലിയ ഭീഷണി നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോടതി വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും
സമയത്തൊക്കെയും കുമ്പള പോലീസിൽ ഈ പരാതി കേസ് ഇയാളെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കോടതി നിർദ്ദേശിക്കുമായിരുന്നു. തുടർന്നാണ് ഇയാൾ കർണാടകത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ KP വിനോദും സംഘവും വളരെ സമർത്ഥമായി ഇയാളെ അപ്പോൾ തന്നെ പിടികൂടുന്ന സാഹചര്യമുണ്ടായത്. ഈ വരുൺരാജും നിരവധി കേസുകളിലെ പ്രതിയാണെന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾക്കെതിരെ എന്തായാലും കാപ്പ ഉൾപ്പെടെ ചുമത്താനാണ് ഇപ്പോൾ പോലീസ് ആലോചിക്കുന്നത്. ഇയാളുടെ സഹോദരനാണ് ഇത്തരത്തിൽ കിരൺ രാജ് എന്ന് പറയുന്നയാൾ. 2018 ഈ കുട്ടിയെ ഇത്തരത്തിൽ ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചത്. ആ പോക്സോ കേസിലെ വിചാരണ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ഭീഷണി മുഴക്കിയത്. ഇവരെ കുടുംബത്തിനെ ഇല്ലാതാക്കും എന്ന തരത്തിലുള്ള ഭീഷണിയാണ് ഇവർ മുഴക്കിയത്. ഏതായാലും ഈ സംഭവങ്ങൾ ആവർത്തിക്കുന്നു. ഒപ്പം ഇത് കോടതിയിലെത്തിക്കഴിഞ്ഞാൽ പോലും ഇത്തരത്തിൽ ഈ ഇരയ്ക്ക് വലിയ ഭീഷണി നേരിടേണ്ടി വരുന്നു, ഇല്ലെങ്കിൽ നിരന്തരം വെല്ലുവിളി നേരിടേണ്ടി വരുന്നു എന്നാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ പോക്സോ കേസിലെ പ്രതിയുടെ ബന്ധു അല്ലെങ്കിൽ സഹോദരൻ തന്നെയാണ് ഈ ഭീഷണിപ്പെടുത്തുന്നത്. ഇവരുടെ ഒരു പശ്ചാത്തലം തന്നെ പരിശോധിച്ചാൽ ക്രിമിനൽ പശ്ചാത്തലമാണുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഇരയുടെ കുടുംബം നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ട് 2018 സംഭവം സ്വാഭാവികമായി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു കുടുംബം നിയമ പോരാട്ടത്തിനിറങ്ങുമ്പോൾ അവർ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ, പ്രതിസന്ധികൾ, സമൂഹത്തിന് മുന്നിൽ മറ്റു പലരിൽ നിന്നുമുണ്ടാകുന്ന പ്രതികരണങ്ങൾ, അതിനിടയിലാണ് ഇത്തരം വെല്ലുവിളികളും അല്ലെങ്കിൽ ഭീഷണികൾ കൂടി നേരിടേണ്ടി വരുന്നത്. ഈ വിഷയത്തിൽ കുറച്ചുകൂടി ഊർജിതമായ അല്ലെങ്കിൽ കാര്യക്ഷമമായ ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ടോ? അഭിലാഷ്, ഈ വിഷയത്തിലേക്ക് വന്നാൽ തീർച്ചയായും പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മജിസ്ട്രേറ്റിന് മുന്നിൽ ആണ് ഈ കുട്ടി ഈ കാര്യം വ്യക്തമാക്കുന്നത്. അതായത് തന്നെയും തന്റെ കുടുംബത്തെയും ഇല്ലാതാക്കും എന്ന ഈ പ്രതിയുടെ സഹോദരൻ ഭീഷണിപ്പെടുത്തി എന്ന കാര്യം പറയുന്നത്. മജിസ്ട്രേറ്റ് അപ്പോൾ തന്നെ ഈ വിവരം കുമ്പള പോലീസിനെ അറിയിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ കുമ്പള പോലീസ് ഇയാളെ പ്രതിയിലേക്ക് എത്തി ഇയാളെ പിടികൂടുന്ന സാഹചര്യമാണിത്. കാരണം പോലീസ് പറയുന്നത് ഇയാൾ കർണാടകയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇയാളെ പോലീസ് പിടികൂടുന്നതും. എന്നാലും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി കേസുകളിലെ ഗുണ്ട ടീമുകളാണ് ഇവരൊക്കെ, ഗുണ്ട പ്രതികളാണ്. അത്തരത്തിൽ ഇയാൾക്കെതിരെയും കാപ്പ കേസ് ചുമത്തുമെന്നാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇല്ലെങ്കിൽ നമുക്കറിയാം ഇത്തരം കേസുകളിൽ ഇവർ വളരെ പെട്ടെന്നാണ് പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. വീണ്ടും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. ഏതായാലും പോലീസ് ഈ കാര്യത്തിൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാൾക്കെതിരെ ഈ കാപ്പ കേസ് ഉൾപ്പെടെ ചുമത്തും. ഇപ്പോൾ ഈ ഭീഷണിപ്പെടുത്തിയതിന് പുറമെയാണ് ഈ കേസൊക്കെ ചുമത്തുന്നത്. ഏതായാലും പുറത്ത് ഇറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള കൃത്യമായ വകുപ്പുകൾ ചേർത്ത് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ തന്നെയാണ് കുമ്പള പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനം നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചത് തന്നെയാണ്. ഇത്തരം കേസുകളിൽ അകപ്പെട്ട് ഇരയായിരിക്കുന്നവരുടെ അവസ്ഥ, അവർക്ക് നിയമ പോരാട്ടം. നമുക്ക് 2018 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത്രയും വർഷമായിട്ടും ഈ കേസിന് വിചാരണ നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഭീഷണി മുഴക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ സാക്ഷികളെയൊക്കെ കൂറുമാറ്റാനുള്ള ശ്രമമായിരിക്കാം ഈ തരത്തിൽ ഭീഷണിയുടെ പിന്നിൽ. ഏതായാലും ഈ സഹോദരൻ, ഇയാളുടെ ഈ പ്രതിയായ സഹോദരൻ ഇത്രയും വർഷമായും ഇപ്പോൾ ജയിലിൽ തന്നെയാണ്. ഇയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. കാരണം അത് പോലീസിന്റെ ഇടപെടൽ കൊണ്ട് തന്നെയാണ്. കാരണം ഇയാൾക്കെതിരെ കാപ്പ ചുമത്തിയാണ് ഇത്തരത്തിൽ ജയിലിൽ അടച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഇയാളുടെ സഹോദരനാണ് ഇപ്പോൾ ഈ ഭീഷണി മുഴക്കിയത്. ഏതായാലും സഹോദരങ്ങൾ രണ്ടുപേരെയും പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു. ഇയാളെ കാപ്പ ചുമത്തി ജയിലിൽ അടക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇത്തരം കേസുകളിൽ ഇവർക്ക് നീതി ലഭിക്കണം. അതിന് നിയമ സംവിധാനങ്ങൾ അതുപോലെ തന്നെ പോലീസ് സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് നമുക്ക് ഈ വാർത്തകളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇരയുടെ കുടുംബത്തിന് നീതി ലഭിക്കണം. ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുന്നതിനിടയിലാണ് ആ കുടുംബത്തിന് ഇത്തരത്തിലൊരു ഭീഷണി നേരിടേണ്ടി വരുന്നത്. കീഴ്ക്കോടതികളിൽ വിചാരണ പൂർത്തിയാക്കി ഇനി പ്രതികൾക്ക് സ്വാധീനവും പണവുമുണ്ട് എങ്കിൽ മേൽക്കോടതികളിലേക്കൊക്കെ പോകാനുള്ള അവസരവുമുണ്ട്. അതിനിടയിൽ കഴിയുന്നത്ര ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ കേസിൽ നിന്ന് ഊരിപ്പോരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്തായാലും കാസർഗോഡ് നിന്ന് പങ്കുവച്ചത് 3 വാർത്തകൾ ആണ്. അതിൽ ആദ്യത്തേത് ഒരു യുവതിക്ക് നേരെയുണ്ടായ നഗ്നതാ പ്രദർശനമായിരുന്നു. അവിടെ പോലീസ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയം നമ്മൾ പങ്കുവച്ചു. കാരണം പ്രതിയുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ പങ്കുവച്ചിട്ടും പ്രതിയിലേക്ക് എത്തപ്പെട്ടിട്ടില്ല. അതേസമയം 11 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ഉൾപ്പെടെ CCTV അടക്കം പരിശോധിച്ചുകൊണ്ട് കാര്യക്ഷമമായ അന്വേഷണമാണ് നടക്കുന്നത്. അതിൽ ഏറ്റവും സജീവമായ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് 3ാമത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട വിഷയത്തിലാണ്. അവിടെ പോക്സോ ഇരയുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയ ആളെ അറസ്റ്റ് ചെയ്യാൻ മാത്രമല്ല അയാളെ ജയിലിനുള്ളിൽ അടയ്ക്കുവാനുള്ള നീക്കവുമായി തന്നെ പോലീസ് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും അത് പോലീസിനെ അഭിനന്ദിക്കേണ്ട പ്രവൃത്തി തന്നെയാണ്.
എന്നാൽ കാസർഗോഡ് നിന്ന് തൊട്ടടുത്ത ജില്ലയായ കണ്ണൂരിലേക്ക് എത്തുമ്പോൾ പോലീസിനെ ഒരു കാരണവശാലും അഭിമാനകരമായ ഒന്നല്ല, അത് നാണക്കേടുണ്ടാക്കുന്ന റിപ്പോർട്ട് തന്നെയാണ്. കണ്ണൂരിൽ പോലീസുകാരനെതിരെ ഇപ്പോൾ ബ്ലാക്ക് മെയിലിംഗ് പരാതിയാണ് ഉയർന്നിട്ടുള്ളത്. കണ്ണൂർ കോട്ടയിലെ സുരക്ഷാ ഡ്യൂട്ടി പോലീസുകാരൻ പ്രവീഷിനെതിരെയാണ് പരാതി. കോട്ടയിൽ എത്തുന്ന യുവാക്കളുടെ ദൃശ്യങ്ങൾ പകർത്തി പണം ആവശ്യപ്പെട്ട ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളതാണ് പരാതി. കണ്ണൂരിൽ നിന്ന് ശ്രീനി ആലക്കോട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീനി, എന്താണ് ഈ പോലീസുകാരൻ ചെയ്യാറുള്ളത്? ഇതിൽ ഏത് തരത്തിലുള്ള പരാതിയാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കാസർഗോഡ് നിന്നും പോലീസിന് അഭിമാനകരമായ വാർത്തയാണ് പുറത്തു വരുന്നതെങ്കിൽ കണ്ണൂർ പോലീസിനെ സംബന്ധിച്ചോളം ഏറ്റവും നാണക്കേടുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്നിട്ടുള്ളത്. നമുക്കറിയാം, തൊട്ട് കഴിഞ്ഞ ദിവസമാണ് ഒരു പെട്രോൾ പമ്പ് ജീവനക്കാരനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കാറ് കയറ്റി കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അതിനുശേഷമാണ് നമുക്ക് ഒട്ടാകെ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വാർത്ത ഈ കണ്ണൂർ കോട്ടയിൽ നിന്നും വരുന്നത്. ദിവസേന നിരവധി വിനോദസഞ്ചാരികൾ വരുന്ന ഒരു വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആണ് കണ്ണൂർ കോട്ട. അതുകൊണ്ട് തന്നെ ആ കോട്ടയുടെ സുരക്ഷാ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ ഒരു കേസിൽ പ്രതിയായി ചേർക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇത് സംഭവം നടന്നിട്ടുള്ളത് കണ്ണൂർ കോട്ടയിൽ ഇന്നോ നടന്ന ഒരു സംഭവമല്ല, മറിച്ച് മാസങ്ങളോളമായിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടപ്പോഴാണ് ഒരു കണ്ണൂരുകാരും അതുപോലെ തന്നെ ഒരു കൊല്ലം സ്വദേശിയും പരാതിയുമായി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറെ സമീപിച്ചത്. എന്തായാലും ഈ കണ്ണൂരിലെ കോട്ടയിലെത്തുന്ന കപ്പിൾസിനെ തേടിപ്പിടിച്ചുകൊണ്ട് അവരുടെ ദൃശ്യങ്ങൾ പകർത്തുക, അതിനുശേഷം അവരോട് പോയി ബാർഗനിങ് ചെയ്യുക, പണം ആവശ്യപ്പെടുക, അങ്ങനെ ഉള്ള ഒരു തട്ടിപ്പാണ് ഈ പോലീസുകാരന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ തന്നെ ഇദ്ദേഹം സാധാരണ ഒരു പോലീസുകാരനല്ല, മറിച്ച് ഒരു പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന നേതാവും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമാണ് എന്നുള്ളതാണ് വാസ്തവം. അത് വലിയ ഗുരുതരമായ ഒരു വിഷയം തന്നെയായി ഇവിടെ പോലീസ് സേനയ്ക്കകത്ത് തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഇദ്ദേഹത്തിന്റെ ഈ നടപടി ഔദ്യോഗികമായി ഇത് പരാതിയായി ലഭിച്ചിട്ടുണ്ടോ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്നോ? തീർച്ചയായും അഭിലാഷ്, ഔദ്യോഗികമായിട്ട് പരാതി ഒരു കണ്ണൂർ സ്വദേശിയും അതുപോലെ തന്നെ കൊല്ലം സ്വദേശിയും ഇവർ രണ്ടുപേരും സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഔദ്യോഗികമായ പരാതി നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഡിവൈഎസ്പിയോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. എന്തായാലും ഇതിനു മുമ്പും ഒട്ടേറെ പേർ ഇത്തരത്തിലുള്ള ഇയാളുടെ ഈ നടപടിക്ക് ഇരയായിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ആരും തന്നെ പരാതി കൊടുക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് നീണ്ടുപോയത്. മറ്റൊരു കാര്യം, കഴിഞ്ഞ 8 വർഷമായിട്ട് ഇദ്ദേഹം ഡെപ്യൂട്ടേഷനിലാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. 8 വർഷമായിട്ടും ഈ കണ്ണൂർ കോട്ടയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ചുമതലയിൽ നിർവഹിക്കുന്ന ഇദ്ദേഹത്തെ ഇത്ര അധികം ഒരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും മാറ്റാൻ പോലീസ് അസോസിയേഷൻ തയ്യാറായിട്ടില്ല. അത് അസോസിയേഷൻ നേതാവായതുകൊണ്ടാണ് വിമർശനം കൂടി ഇതിനോടൊപ്പം വരുന്നുണ്ട്. എന്തായാലും പോലീസുകാരന്റെ ഈ പ്രവൃത്തിക്കെതിരെ കണ്ണൂരിൽ അതായത് രാഷ്ട്രീയ സംരക്ഷണം ഉൾപ്പെടെ പ്രതിക്ക് ലഭിക്കുന്നുണ്ട് എന്ന സൂചനയാണോ അതിൽ നിന്ന് പുറത്തു വരുന്നത്? തീർച്ചയായും അദ്ദേഹം ഒരു ഇടതുപക്ഷ അനുകൂല സംഘടനയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയാണ്, അതുപോലെ സംസ്ഥാന നിർവാഹക സമിതി അംഗമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ കേരള പോലീസ് അസോസിയേഷനോ അതുപോലെ തന്നെ പോലീസിനോ സാധിക്കുന്നില്ല എന്നുള്ള ഒരു വിമർശനം പൊതുവെ ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. പോലീസ് സേനയ്ക്ക് ആകെ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഈ കണ്ണൂരിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ് വ്യക്തമാക്കിയത്, പോലീസ് സേനയിലെ ശുദ്ധീകരണ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ഉൾപ്പെടെ സേനയിൽ നിന്ന് പിരിച്ചുവിടുന്ന നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. ഇതിനിടയിലാണ് ഇടതുപക്ഷ അനുകൂലിയായിട്ടുള്ള പോലീസുകാരനെതിരെ പരാതി ഉയർന്നത്. അവിടെ യുവാക്കൾ എത്തുമ്പോൾ അവരുടെ ദൃശ്യങ്ങൾ പകർത്തി പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമാണ്. അങ്ങനെ യുവാക്കളെ അനാരോഗ്യകരമായ ഒരു അന്തരീക്ഷത്തിൽ കണ്ടെത്തിയാൽ തന്നെ പോലീസ് ഇടപെടേണ്ടത് ഈ തരത്തിലൊന്നുമല്ല. അവരുടെ ദൃശ്യങ്ങൾ പകർത്തുകയോ അതിനുശേഷം ഭീഷണിപ്പെടുത്തുകയോ ഒന്നുമല്ല പോലീസിന്റെ ഉത്തരവാദിത്തം. അവർക്ക് സുരക്ഷ ഒരുക്കുക എന്നത് തന്നെയാണ് പോലീസിന്റെ ഉത്തരവാദിത്തം എന്നുകൂടിയാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. നമുക്ക് മറ്റ് റിപ്പോർട്ടുകൾ പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. പോലീസ് സേനയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് ഇനി സ്പോട്ട് ലൈവ്. വനിതാ SIക്ക് SP-യുടെ വക ഇമ്പോസിഷൻ. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയാണ് വനിതാ SIക്ക് ഇമ്പോസിഷൻ എഴുതാൻ നിർദ്ദേശം നൽകിയത്. പതിവായി നടക്കുന്ന സാറ്റ റിപ്പോർട്ടിങ്ങിനിടെ പുതിയ ക്രിമിനൽ നിയമത്തെക്കുറിച്ചും ഭാരതീയ ന്യായ സംഹിതയെക്കുറിച്ചും SP ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ മറുപടി വനിതാ SI നൽകാത്തതിനെ തുടർന്നായിരുന്നു 3 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതാൻ നിർദ്ദേശിച്ചത്. തുടർന്ന് SI ഇമ്പോസിഷൻ എഴുതി SP-ക്ക് മെയിൽ അയക്കുകയും ചെയ്തു.
കടുത്ത മാനസിക സമ്മർദ്ദം നേരിടുന്ന പോലീസ് സേനയിൽ SP-യുടെ നടപടി ഉദ്യോഗസ്ഥർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശശിനാരായണൻ ആണ് ചേരുന്നത്. ശശിനാരായണൻ, ഉന്നത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പൊതുവെ പരാതി നൽകുക, അതിനെ ചോദ്യം ചെയ്യുക എന്നതൊക്കെ കീഴ്ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും പ്രതികാര നടപടികൾ അവർ നേരിടേണ്ടി വരാം. അതാണോ ഇപ്പോഴത്തെ സാഹചര്യം? അഭിലാഷ്, ഇത് സാധാരണഗതിയിൽ ഈ ചാറ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന സ്റ്റേഷന്റെ കേസുകളെ കുറിച്ചും അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും സാധാരണ SP എല്ലാ ദിവസവും അന്വേഷിക്കാറുണ്ട്. അത്തരമൊരു ചാറ്റ് റിപ്പോർട്ടിങ്ങിനിടയിലാണ് പുതിയ ക്രിമിനൽ നിയമത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഭാരതീയ ന്യായ സംഹിതയെക്കുറിച്ചുമൊക്കെ ഒരു ചോദ്യം ചോദിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു മറുപടി നൽകാൻ വനിതാ SIക്ക് കഴിഞ്ഞില്ല. അതേ തുടർന്നാണ് ഇത്തരം താൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി 3 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതി തനിക്ക് മെയിൽ ചെയ്യണം, ഇന്ന് തന്നെ മെയിൽ ചെയ്യണമെന്ന് SP ഉത്തരവിട്ടത്. എന്തായാലും ഇത്തരമൊരു നടപടി വലിയ ഒരു വിവാദങ്ങൾക്കാണ് എന്ന് വേണം നമുക്ക് പറയാം. കാരണം താഴെത്തട്ടിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ ഒരു അതൃപ്തിക്ക് ഇടയാക്കിയിട്ടുണ്ട്. അന്ന് തന്നെ ഈ വനിതാ SI ഇത്തരം SP ചോദിച്ച ചോദ്യങ്ങൾക്ക് വിശദമായി മറുപടി മെയിൽ ചെയ്യുകയും ചെയ്തു. എന്തായാലും ഈ സാധാരണ പോലീസ് സേനയ്ക്കിടയിൽ നമുക്കറിയാം അച്ചടക്ക നടപടിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സേനയാണ് പോലീസ് സേന. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ചോദ്യം ചെയ്യപ്പെടാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും കീഴുദ്യോഗസ്ഥർക്ക് സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് SP അത്തരമൊരു കാര്യം ഉന്നയിച്ചപ്പോൾ അത് ഈ വനിതാ SIയെ മാനസികമായി സമ്മർദ്ദത്തിലാക്കി എന്ന് വേണമെന്ന് നമുക്ക് പറയാം. ഒരു മനോവിഷമത്തിന് കാരണമാക്കി. അത് പ്രധാനമായും മറ്റു ഉദ്യോഗസ്ഥരൊക്കെ ഉള്ള ഈ സാറ്റർഡേ പല ഉദ്യോഗസ്ഥരും ഉണ്ടാവും. സ്റ്റേഷന്റെ ജില്ലയിലുള്ള സ്റ്റേഷൻ പരിധിയിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇത്തരം കാര്യങ്ങളെല്ലാം വിശദമായ കേസുകളുടെ കാര്യത്തെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നത്. ആ റിപ്പോർട്ടിങ്ങിനിടയിലാണ് ഇത്തരത്തിൽ ഒരു പരാമർശം ഉണ്ടായത്. അത് ഈ വനിതാ SIയെ സംബന്ധിച്ച് മാനസികമായി ഒരു വിഷമത്തിന് കാരണമായിട്ടുണ്ട്. പക്ഷെ നമുക്ക് അവരുടെ പേരുകൾ പറയാൻ കഴിയില്ല, സ്റ്റേഷനിൽ പറയാൻ പറ്റില്ല. പക്ഷെ അത്തരമൊരു മാനസിക അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇത് തീർച്ചയായും ശശിനാരായണൻ, ഇതിലിപ്പോൾ ഈ പേരുകൾ പറയാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിലും ഇതിപ്പോൾ സേനയിൽ തന്നെ വലിയൊരു ചർച്ചയായിരിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ വീണ്ടും ഈ SIക്ക് മറ്റ് നടപടികൾ നേരിടേണ്ടി വരുമോ? അങ്ങനെ ഒരു ഭയം കൂടി ഉണ്ടോ അവർക്ക്? അത്തരമൊരു ഭയം കൂടി ചിലപ്പോൾ ഉണ്ടാകാനാണ് സാധ്യത അഭിലാഷേ. കാരണം പോലീസ് സേനയാണ്, അറിയാലോ, ഉയർന്ന ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യപ്പെടുക എന്തെങ്കിലും ചെയ്താൽ അവർക്ക് സ്ഥലമാറ്റം മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് പിന്നീട് നേരിടേണ്ടതായി വരുന്ന പല അനുഭവങ്ങളും നമുക്കറിയാം. അത് മാത്രമല്ല, പോലീസ് സേന കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് ജോലി എന്ന് നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ഈ ജോലി സമ്മർദ്ദത്തിന്റെ ഭാഗമായി ആത്മഹത്യ ചെയ്തു ഇങ്ങനെയുള്ള കണക്കുകളൊക്കെ കഴിഞ്ഞ സമയത്തൊക്കെ പുറത്തു വരികയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ ഒരു സാഹചര്യത്തിലാണ് ഈ ഇമ്പോസിഷൻ എഴുതുക എന്ന് പറഞ്ഞ ഒരു നടപടി വന്നത്. അതൊരു പ്രാകൃതമായ നടപടി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിന് വിമർശനം വരുന്ന പ്രധാനമായ കാരണം ഇത്തരം ഒരു നിസ്സാര കാര്യത്തിന് ഇത് ആവശ്യമായിരുന്നോ എന്നൊരു ചോദ്യം കൂടി ഉണ്ടാവുന്നുണ്ട്. എന്തായാലും ഒരു വനിതാ SIക്കാണ് ഇത്തരം ഒരു പ്രശ്നം നേരിടേണ്ടി വന്നത്. അത് മാനസികമായി അവരെ തളർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് കീഴുദ്യോഗസ്ഥരായ ഉദ്യോഗസ്ഥർക്കിടയിലും ഒരു അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായും ഈ ശശിനാരായണൻ, ഇനി അതൃപ്തിക്കപ്പുറത്ത് ഇത് കൃത്യമായി ഉന്നത ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിലേക്ക് എത്തിയിട്ടുണ്ടോ? അതായത് ഈ സൂചിപ്പിക്കുന്ന പോലെ ഇതൊരു തരം പ്രാകൃതമായ രീതിയാണ്. ഇപ്പോൾ SI പദവിയിലേക്കൊക്കെ എത്തുന്നത് അങ്ങനെ വെറുതെ SI പദവിയിലേക്ക് എത്തുകയൊന്നുമല്ല. അത് പരീക്ഷകൾ പാസ്സായി, ടെസ്റ്റുകൾ പാസ്സായി, ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞാണ്. അപ്പോൾ അതിനുവേണ്ട യോഗ്യത എന്തായാലും ഒരു SIക്ക് ഉണ്ടാകും. പിന്നീട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഭാരതീയ ന്യായ സംഹിതയുമായി ബന്ധപ്പെട്ട വിവരങ്ങളെക്കുറിച്ചൊക്കെ പല ഉദ്യോഗസ്ഥർക്കും വ്യക്തതയില്ല എന്നാണ്. കാരണം ആ നിയമത്തിൽ തന്നെ ചില അവ്യക്തത തുടരുന്നു എന്ന് ഈ മേഖലയിലുള്ള വിദഗ്ധർ തന്നെ പറയുന്ന സാഹചര്യവുമുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കാൻ അവസരം നൽകണം, പഠിച്ച് മനസ്സിലാക്കണമെന്നൊക്കെ നിർദ്ദേശിക്കാം. അതിന് പകരം ഇങ്ങനെയൊക്കെ ശിക്ഷാ നടപടികൾ നൽകുന്നു. അത് കൃത്യമായി അധികൃതരുടെ ശ്രദ്ധയിലേക്ക് അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിലേക്ക് എത്തേണ്ട ഒന്നാണല്ലോ. അതിനൊക്കെ അത് തന്നെയാണ് കാര്യം. തീർച്ചയായും അത് ഉന്നത ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ എത്തേണ്ട കാര്യം തന്നെയാണ്. സാധാരണഗതിയിൽ ഈ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ ഭാരതീയ ന്യായ സംഹിതയെക്കുറിച്ചൊക്കെ സാധാരണപ്പെട്ട താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് അറിയണമെന്നില്ല. അത്തരം കാര്യങ്ങൾ പഠിച്ച് ആ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ട ആവശ്യകതയും എന്നാലുണ്ട്. ആ കാര്യങ്ങൾ ഒരുപക്ഷെ ഒരു മനസ്സിലാക്കി കൊടുക്കുക അല്ലെങ്കിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയായിരുന്നു നല്ലതായിരുന്നു എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം. പക്ഷേ ഈ പോലീസ് സേനയായതുകൊണ്ട് അവരുടേതായ ഒരു ചില
സംഘടനാ സംവിധാനവും സേനയുടെ അച്ചടക്ക നടപടിയും മറ്റു കാര്യങ്ങളുമുള്ള പ്രവർത്തനം വെച്ചായിരിക്കും സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ചോദ്യം ചോദിച്ച സമയത്ത് അത് പറയാത്തതിന്റെ പേരിൽ ഒരു പണിഷ്മെന്റ് എന്ന രീതിയിൽ ഇത്തരത്തിൽ ഒരു ഇമ്പോസിഷൻ എഴുതി അന്ന് തന്നെ മെയിൽ ചെയ്യണമെന്ന് പറയുന്നു. 3 പ്രാവശ്യം എഴുതി ഈ വനിതാ SI അന്ന് തന്നെ ജില്ലാ പോലീസ് മേധാവി അജിത്തിന് അയക്കുകയും ചെയ്തു. ഏതായാലും പോലീസ് സേനയിൽ ഇത് സംബന്ധിച്ച് ഒരു അതിർത്തി ഉണ്ടായിട്ട് അതിന് സ്പെഷ്യൽ ബ്രാഞ്ച് കേസുമായി ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് മേലുദ്യോഗസ്ഥരുടെ ഇനി ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമല്ല. എന്തായാലും വലിയ ചർച്ചയായ ഒരു വിഷയമായി ഇത് മാറിയിട്ടുണ്ട്. സാധാ റിപ്പോർട്ടിങ്ങിനിടെ നടന്ന ഒരു ചോദ്യം അത് ഉത്തരം നൽകാത്തതിന്റെ പേരിൽ ഒരു വനിതാ SIക്ക് ഇത്തരം ഒരു എമോസിഷൻ എഴുതേണ്ട ഗതികേട് അത് വലിയ ഒരു വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. അഭിലാഷ്, തീർച്ചയായും പോലീസ് സേനയിൽ തുടരുന്ന ഇത്തരം പ്രാകൃതമായ ശിക്ഷാ രീതികളും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. ഒരു ഉന്നത ഉദ്യോഗസ്ഥ കീഴുദ്യോഗസ്ഥയോട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന് ഈ തരത്തിലൊക്കെയാണോ പെരുമാറേണ്ടത്, ഇടപെടേണ്ടത്, പണിഷ്മെന്റ് നൽകേണ്ടത് എന്നുള്ളത് സേന തന്നെ വിലയിരുത്തി തിരുത്തേണ്ട ഒന്നുകൂടിയാണ്. അരുവിക്കര MLA ജി സ്റ്റീഫന് എതിരെ ആരോപണം. വാഹനം നിർത്തിയിട്ടതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് MLAക്കൊപ്പം ഉണ്ടായിരുന്നവർ കാറിന്റെ പിൻവശത്തെ ഗ്ലാസ് തകർത്തുവെന്ന് ആരോപിച്ച് അമ്പലത്തിൻകാല സ്വദേശി ബിനീഷാണ് രംഗത്ത് വന്നത്. ആക്രമണം നടക്കുമ്പോൾ MLA വാഹനത്തിൽ ഉണ്ടായിരുന്നു. MLAക്ക് ഒപ്പം ഉണ്ടായിരുന്നവർ ആക്രമിക്കുമ്പോൾ 8 മാസം ഗർഭിണിയായ ഭാര്യ കാറിൽ ഉണ്ടായിരുന്നതായും ബിനീഷ് പറയുന്നു. എന്നാൽ ആരോപണം ജി സ്റ്റീഫൻ നിഷേധിച്ചു. വണ്ടി എടുത്തുകൊണ്ട് അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഗ്രൗണ്ടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി എടുത്തിട്ടായിരുന്നു. അപ്പം MLAയുടെ വണ്ടി പുറകിലുണ്ടായിരുന്നു, പുറകിലിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിന് മുമ്പിൽ ആ വണ്ടി അപ്പം ഗ്രൗണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഫ്രണ്ടിലോട്ട് കയറ്റി വണ്ടി ഞാൻ ഇട്ടായിരുന്നു. അത് കഴിഞ്ഞ പിന്നെ വൈഫിനെയും ബ്രദറിനെയൊക്കെ കയറ്റി കഴിഞ്ഞപ്പോഴത്തെ വണ്ടി സ്റ്റാർട്ടാവാൻ ചെറിയ ഡിലേ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് വണ്ടി എടുത്തുകൊണ്ട് പോടാന്ന് പറഞ്ഞുകൊണ്ട് കുറേ പിള്ളേർ വന്ന് ഇങ്ങനെ ഇച്ചിരി ക്രൂഡായിട്ട് നോക്കുകയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ കാര്യമാക്കിയില്ല. എന്നിട്ടും വെയിറ്റ് ചെയ്തു, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പുറത്തിറങ്ങിയപ്പോഴും ഒരു 10-40ഓളം ആൾക്കാർ വന്നിട്ട് വണ്ടിക്ക് വട്ടം വെച്ച് വളഞ്ഞു. വണ്ടിയുടെ പുറകിലെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് എൻ്റെ കഴുത്തിൽ കിടന്ന ചെയിനൊക്കെ വലിച്ച് പൊട്ടിച്ചായിരുന്നു. എൻ്റെ കയ്യൊക്കെ പിടിച്ച് തിരിച്ച് കയ്യൊക്കെ വലിച്ച് ഓടിച്ചായിരുന്നു. മൂക്കിനൊക്കെ ഇട്ട് ഇടിച്ചു. എൻ്റെ കൂടെ വന്നവരുടെ കയ്യെ പിടിച്ച് തിരിച്ചു. എൻ്റെ വൈഫിൻ്റെ കഴുത്തിൽ കിടന്ന മാലയൊന്നും ഇപ്പോൾ കാണാനില്ല, എൻ്റെ മാലയും കാണാനില്ല. ഇങ്ങനെ വലിച്ചു പൊട്ടിച്ചു. നമ്മളെ അടിക്കും പിടിക്കും എന്നൊക്കെ ഭയങ്കര ഇതൊക്കെ ആയിരുന്നു. പിന്നെ ജീവനും കൊണ്ട് എങ്ങനെയോ രക്ഷപ്പെട്ട് വീടെത്തി. അത് കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്ത് മെഡിക്കൽ എടുക്കാൻ ഹോസ്പിറ്റലിൽ പോയി. കുറേ പേരുണ്ടായിരുന്നു. ഇതേപോലെ MLAയുടെ വണ്ടിയാണ് പുറകെ കിടന്നത്. ആരാണ് വന്നത്, എന്താണ് ചെയ്തതെന്ന് അറിയാൻ പാടില്ല. ഒരു 40-40 മേളിൽ ആൾക്കാരുണ്ടായിരുന്നു. ഒരു 20 തൊട്ട് ഒരു 35-40 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരായിരുന്നു ഉള്ളത്. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ക്രൂരമായ രീതിക്കാണ് ആക്രമിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് VV വിനോദാണ്. വിനോദ്, ഇതിലിപ്പോൾ ഈ ആക്രമണത്തിനിരയായ ബിനീഷിൻ്റെ പ്രതികരണമാണ്. അതിൽ കുറേയേറെ കാര്യങ്ങൾ വ്യക്തത പറയേണ്ടതുണ്ട്. ഈ 40 പേരുണ്ടാവുക MLAയുടെ കൂടെ എന്ന് പറയുമ്പോൾ എന്തിനായിരുന്നു അവിടെ, എന്താണ് അവിടെ നടന്നത് എന്നതിൽ വ്യക്തതയുണ്ടോ വിനോദ്? അഭിലാഷ്, ഇതൊരു കല്യാണത്തെ തുടർന്നുള്ള റിസപ്ഷൻ, ആ ചടങ്ങാണ് നടന്നത്. കാട്ടാക്കട തൂങ്ങാമ്പാറയിലുള്ള ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു ഈ ചടങ്ങ് കഴിഞ്ഞ ദിവസം നടന്നത്. ആ സമയത്ത് MLA പറയുന്നത്, MLAയുടെ വിശദീകരണം എങ്ങനെയാണ്, MLAയുടെ ഡ്രൈവറുമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. അദ്ദേഹം അവിടെ ആ റിസപ്ഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തി. താൻ ഈ വധൂവരന്മാർക്കൊപ്പം ഫോട്ടോ എടുത്ത് നിൽക്കുന്നതിനിടയിലാണ് ഈ ഒരു ബഹളം കേട്ടത് എന്ന കാര്യമാണ് MLA പറയുന്നത്. താൻ ആ സമയത്ത് വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല. അതായത് ഈ മറ്റു ആളുകൾ മോശമായി പെരുമാറി വാഹനത്തിന് നേരെ വാഹനത്തെ ആക്രമിച്ചു എന്ന് പറയുന്ന സമയത്ത് താൻ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന കാര്യം MLA പറയുന്നു. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് MLA ആ കല്യാണത്തിൽ പങ്കെടുക്കാൻ എത്തുകയും അവിടെ CPM DYFI പ്രവർത്തകർ ഉണ്ടായിരുന്നു. അത് MLAക്കൊപ്പം വന്നവരല്ല. ആ വിവാഹവുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയ DYFI CPM പ്രവർത്തകർ ധാരാളം അവിടെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് MLA അവിടെ വരികയും MLA വിവാഹത്തെ ചടങ്ങുകൾ, അതായത് റിസപ്ഷൻ ചടങ്ങുകളിലേക്ക് പങ്കെടുക്കുന്നതിലേക്ക് ഉള്ളിലേക്ക് പോവുകയും ചെയ്തു. ഈ സമയം വളരെ പെട്ടെന്ന് നമുക്കറിയാം, ജനപ്രതിനിധികൾ ഈ വിവാഹത്തിനൊക്കെ എത്തിയാൽ അധിക സമയം അവിടെ ചെലവഴിക്കാറില്ല. വധൂവരന്മാർക്കൊപ്പം ഫോട്ടോ എടുത്ത് ഒരുപക്ഷെ
ഈ ഭക്ഷണം കഴിക്കാൻ പോലും അവർ നിൽക്കാറില്ല, പെട്ടെന്ന് തന്നെ മടങ്ങാറുണ്ട്. അതാണ് സാധാരണ നിലയിൽ ഈ ജനപ്രതിനിധികൾ എത്തിയാലുള്ള ഒരു രീതി. അതുപോലെ ഈ MLA ഉടൻ മടങ്ങിയേക്കും എന്ന ഒരു ധാരണയിൽ MLAയുടെ വാഹനത്തിന് മുന്നിലുണ്ടായിരുന്ന വാഹനം മാറ്റുന്നതിന് ഈ പ്രവർത്തകർ ഒരു ഇടപെടൽ നടത്തി. അതൊരു അമിതാവേശമായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ബിനീഷിന്റെ പരാതി ഇങ്ങനെയാണ്. താൻ ഈ വിവാഹ ചടങ്ങ് കഴിഞ്ഞ് കുടുംബാംഗങ്ങൾക്കൊപ്പം 8 മാസം ഗർഭിണിയായ ഭാര്യയുണ്ട്, ഭാര്യയ്ക്കൊപ്പം ഈ വാഹനത്തിലേക്ക് കയറുകയും ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എറണാകുളത്താണ് ബിനീഷ് ജോലി ചെയ്യുന്നത്. കുറച്ചു നാളായി ഈ വാഹനം എടുത്തിട്ടെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു. ഈ സമയത്താണ് ഈ പുറത്തുണ്ടായിരുന്ന ആളുകൾ കൂട്ടമായി എത്തുകയും ആക്രോശിക്കുകയും ഇവരെ ആക്രമിക്കുകയും ചെയ്തത്. ബിനീഷിന് മൂക്കിലും കയ്യിലും പരിക്കുണ്ട്. അതോടൊപ്പം തന്നെ ബിനീഷിന്റെ ഭാര്യയുടെ കയ്യിലും ചെറിയ പരിക്കുണ്ട്. ഇവർ ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയ ശേഷം നെയ്യാറ്റിൻകര ആശുപത്രിയിൽ ചികിത്സ തേടി പോവുകയാണ്. ഈ മൂക്കിലെ പരിക്ക് തനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്ന കാര്യമാണ് ബിനീഷ് പറയുന്നത്. ഏതായിരുന്നാലും ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് MLA പറഞ്ഞിട്ടോ അല്ലെങ്കിൽ MLA വാഹനത്തിലുള്ളപ്പോഴോ അല്ല ഈ ഒരു പ്രശ്നം നടക്കുന്നത്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഈ DYFI പ്രവർത്തകർ അവർ ഒരല്പം അമിതാവേശം കാണിച്ചു എന്ന് തന്നെയാണ്. പക്ഷെ അവിടെ ഉണ്ടായിരുന്നത് DYFI പ്രവർത്തകരാണോ എന്ന കാര്യം തനിക്ക് ഉറപ്പില്ലെന്നാണ് MLA പറയുന്നത്. MLA അക്കാര്യത്തിൽ കൈമലർത്തുകയാണ്. പക്ഷേ ബിനീഷ് കൃത്യമായി പറയുന്നുണ്ട് MLAക്ക് പോകാൻ വേണ്ടി, MLAയുടെ വാഹനം കടത്തിവിടാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകർ MLAക്ക് ഒപ്പം ഉണ്ടായിരുന്ന ആളുകളാണ് തന്നെയും ഭാര്യയെ ആക്രമിച്ചതെന്ന് ബിനീഷ് പറയുന്നു. ബിനീഷ് പറയുന്നതിൽ മറ്റൊരു കാര്യം, MLA ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമല്ല എന്നതുകൂടി ബിനീഷ് പറയുന്നുണ്ട്. പക്ഷെ MLA മറ്റൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇത് രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്ന ആരോപണമാണ് MLA ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് അരുവിക്കര മുൻ MLAയുടെ ഫേസ്ബുക്ക് പേജിലടക്കം ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഷെയർ ചെയ്തു വരുന്നു. അത് മനഃപൂർവ്വം ഇത് രാഷ്ട്രീയ വിഷയമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ്. ശബരിനാഥിനെയാണ് സ്റ്റീഫൻ ലക്ഷ്യം വെക്കുന്നത്. ആ നിലയ്ക്കുള്ള ഒരു തർക്കത്തിലേക്കും രാഷ്ട്രീയമായ ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. ഏതായിരുന്നാലും MLA പറയുന്നത് താനും ഡ്രൈവറും മാത്രമാണ് അവിടെ. തീർച്ചയായും, അതായത് വിനോദ്, അതിൽ രാഷ്ട്രീയം കൂടി കലർത്തുന്നു എന്നാണ് MLA പറയുന്നത്. ഈ കല്യാണ വീട് എന്ന് പറയുമ്പോൾ അത്, അല്ലെങ്കിൽ കല്യാണ വീട് റിസപ്ഷൻ നടക്കുമ്പോൾ ഈ വാഹനം പൊതു റോഡിലായിരുന്നോ, അങ്ങനെ ഏത് പശ്ചാത്തലത്തിലായിരുന്നു ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നത് എന്നതിൽ വ്യക്തതയുണ്ടോ? ഈ ഓഡിറ്റോറിയത്തിനോട് ചേർന്ന ഗ്രൗണ്ടിൽ തന്നെയാണ് പാർക്ക് ചെയ്തിരുന്നത്. MLA പറയുന്നത് തന്റെ വാഹനം കടന്നു പോകുന്ന സാഹചര്യം, അതായത് താൻ ആ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തനിക്ക് അപ്പോൾ അവിടെ അതുവഴി സഞ്ചരിച്ചു പോകേണ്ടതിന്റെ ആവശ്യകതയില്ല. അതുകൊണ്ട് തന്നെ എന്തിനാണ് തന്നെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നതെന്ന ചോദ്യമാണ് MLA ചോദിക്കുന്നത്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അക്രമാസക്തരായി എന്നത് സത്യമായ കാര്യമാണ്. ആ ദൃശ്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. കാറ് തല്ലി തകർത്ത ചില്ലുകളെല്ലാം തല്ലി തകർക്കുകയും ചെയ്തു. 8 മാസം ഗർഭിണിയായ ഒരു പെൺകുട്ടിയാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ബിനീഷിന്റെ ഭാര്യ, മറ്റു കുടുംബാംഗങ്ങൾ, ഇവര് ഈ വാഹനത്തിനുള്ളിൽ ഉള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു അതിക്രമം കാണിച്ചത്. പക്ഷേ അത് ഈ ആരോപണം ഉയരുന്നത് പോലെ CPM DYFI പ്രവർത്തകരാണ് ഒരു തെറ്റ് തന്നെയാണ്. കാരണം MLA ആ വാഹനത്തിൽ പോലും മുന്നിൽ നിൽക്കുന്ന വാഹനം മാറാത്തത് എന്തുകൊണ്ടാണ്? അതിനെന്തെങ്കിലും തകരാറുണ്ടോ? അതെങ്കിലും പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ MLA വാഹനത്തിൽ പോലും ഇല്ലാതിരിക്കെ ഇങ്ങനെ ഒരു വാഹനം അടിച്ചു തകർത്തത് ശരിയായ കാര്യമല്ല. അത് പോലീസിന് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. പാർട്ടി പരിശോധിക്കുമോ, അല്ലെങ്കിൽ പാർട്ടി അക്കാര്യത്തിൽ, CPM അക്കാര്യത്തിൽ ഒരു, അല്ലെങ്കിൽ DYFI നേതൃത്വം അക്കാര്യത്തിൽ ഒരു നടപടി സ്വീകരിക്കും. വിനോദ്, എന്തായാലും ഇതിപ്പോൾ ഈ പ്രദേശവാസികളായ ആളുകൾ എന്ന് വേണമല്ലോ അല്ലേ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ. പോലീസ് ഇതില് അതിവേഗ നടപടികളിലേക്ക് പോയിട്ടുണ്ടോ? 2 പേരുടെ ഫോട്ടോ ഇപ്പോൾ ഈ പരാതിക്കാരൻ പോലീസ് മാറിയിട്ടുണ്ട്. അദ്ദേഹം ഉന്നയിക്കുന്നത് ഈ ഫോട്ടോയുമായി ബന്ധപ്പെട്ടല്ല, പൊതുവിൽ ഈ DYFI പ്രവർത്തകർ ആണ് അവിടെ ഉണ്ടായിരുന്നത്. മാത്രമല്ല MLAയുടെ വാഹനം കടന്നു പോകുന്നതിന് വേണ്ടി തന്റെ വാഹനം വളരെ പെട്ടെന്ന് മാറ്റാം എന്ന നിലയ്ക്കുള്ള ഒരു ആക്രോശമായിരുന്നു. അസഭ്യം പറഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങൾ. അസഭ്യം പറഞ്ഞപ്പോൾ തിരിച്ച് മറുപടി പറയേണ്ടി വന്നു എന്ന കാര്യം ബിനീഷ് പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെയാണ് അവസാനം ഈ വാഹനം തല്ലി തകർക്കും ജില്ലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചത്. MLAയുടെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു. അദ്ദേഹം പറയുന്നത് ആ വാഹനത്തിൽ താൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ തനിക്ക് കടന്നു പോകുന്നതിന് വേണ്ടി അവിടെ വാഹനം മാറ്റി എന്ന് പറയുന്നത് ശരിയല്ല. ഇതിൽ സംഭവിച്ചത് MLA, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് MLA ഉടൻ വരും എന്ന ഒരു കണക്കുകൂട്ടലിൽ അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് അനുഭവമുള്ള ആളുകളോ ആ വാഹനം, തൊട്ട് മുന്നിലുണ്ടായിരുന്ന വാഹനം മാറ്റുന്നതിന് വേണ്ടി ഒരു
ആവേശം കാണിച്ചു എന്നത് തന്നെയാണ്. അതൊരു അമിതാവേശമായി പോയി. അത് തന്നെയാണ് ഇത്തരമൊരു സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ ആ വാഹനം തകർക്കുന്നതും ആ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായ കാര്യങ്ങളിലേക്ക് സംഭവങ്ങളെ എത്തിച്ചത്. അഭിലാഷ്, ഇതാണ് ഈ പശ്ചാത്തലം. പക്ഷേ പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെയാണ് പരാതിക്കാരൻ ഉന്നയിക്കുന്നത്. MLA ആ സമയത്ത് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ MLA നിശബ്ദത പാലിച്ചോ, അതിലൊക്കെ കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. പക്ഷേ MLA എന്തായാലും ഇത്തരം ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. താൻ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഇടപെടുകയോ അങ്ങനെ തൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ വാഹനം മാറ്റിയതെന്നോ അല്ലെങ്കിൽ വാഹനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടന്നതോ എന്നോ അദ്ദേഹം പറയുന്നില്ല. മറിച്ച് ഇത് തനിക്ക് അറിവില്ലാത്ത ഒന്നാണ്. രാഷ്ട്രീയമായി കൂടി ഇതിനെ മുതലെടുക്കാനാണ് പ്രതിപക്ഷ അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികൾ ശ്രമിക്കുന്നത് എന്നുകൂടിയാണ് MLA പറയുന്നത്. ഇതിൻ്റെ നിജസ്ഥിതി എന്ത് എന്നത് അന്വേഷിച്ചറിയേണ്ടതുണ്ട്. ഒരു കല്യാണ റിസപ്ഷനുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള തർക്കം തന്നെയാണ് ഇത്തരത്തിൽ സാഹചര്യത്തെ വഷളാക്കിയത് എന്നാണ്. പക്ഷേ എന്തു തന്നെയായാലും ഒരു വാഹനം മാറ്റുന്നതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു തർക്കത്തിലേക്ക് പോവുകയും ആ വാഹനം തല്ലിത്തകർത്തതും ഒന്നും ശരിയായ നടപടിയല്ല. മാത്രവുമല്ല ഗർഭിണിയായ ഒരു സ്ത്രീ കൂടി ആ വാഹനത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ കൂട്ടം കൂടി ആക്രമിക്കുന്നത് യോജിക്കുന്ന നിലപാടല്ല. അതിന് രാഷ്ട്രീയ നിറം കലർത്തുന്നതും യോജിക്കാവുന്ന ഒന്നല്ല. പക്ഷേ അക്രമകാരികൾ നിയമ നടപടികൾ നേരിടുകയും വേണം. മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. താമരശ്ശേരിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 6 പേർ കസ്റ്റഡിയിലായി. ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. മറ്റുള്ളവരെ ചോദ്യം ചെയ്തു വരികയാണ് എന്ന് DYSP പറഞ്ഞു. താമരശ്ശേരി അമ്പായത്തോട് സ്വദേശി അൽഷാജന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഇന്നലെ വൈകുന്നേരം രാത്രി ഒരു 8:45 മകൻ വിളിച്ച് ഞാൻ വൈത്തിരി ഉണ്ട്, ഞാൻ വൈത്തിരി ഇറക്കി വിട്ടാണെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഈ അടിവാരത്തേക്ക് പോരി, അടിവാരത്തേക്ക് വണ്ടി വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോവുമായിരുന്നു. അപ്പോൾ പോകുന്നവരെ ഞാൻ തിരിച്ചു പോന്നു. പിന്നെ ഇവിടെ താമരശ്ശേരി സ്റ്റേഷനിൽ വിവരം പറഞ്ഞ് ഇങ്ങനെ അർഷാദ് അടിവാരത്ത് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്, വിളിച്ചിരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഒരു വണ്ടി എടുത്ത് പോയി. അതിൽ ചെറിയ മകനെയും കൂട്ടി, കാരണം ഇവരെ അറിയില്ലല്ലോ അർഷാദിനെ. അപ്പോൾ ചെറിയ മകനെയും കൂട്ടി വില വണ്ടിയിൽ പോയിട്ട് കൂട്ടി വന്നത്. കാണാതായ അർഷാദിനെ കണ്ടെത്തിയിട്ടുണ്ട്. വൈദ്യപരിശോധന നൽകി പിന്നെ റിപ്പോർട്ട് എഴുതി ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കും. ബാക്കി നടക്കുന്നുള്ളൂ, അന്വേഷണം നടക്കുന്നുള്ളൂ. അത് വെരിഫൈ ചെയ്യുന്നുള്ളൂ. പറയുന്നത് അർഷാദ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരാളുടെ പൈസ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ആ പൈസ ഈ അർഷാദ് കൊടുക്കണം എന്നുള്ളതാണ് ഡിമാൻഡ്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെരിഫിക്കേഷൻ നടക്കുന്നുള്ളൂ. വാർത്തയുടെ വിശദാംശങ്ങളുമായി സിദ്ദിഖ് പന്നൂർ ആണ് ചേരുന്നത്. സിദ്ദിഖ്, ഇതിലിപ്പോൾ ഈ യുവാവിനെ എന്തിനാണ് തട്ടിക്കൊണ്ടുപോയത് എന്നാണ് പോലീസ് പറയുന്നത്? അഭിലാഷ്, ഈ വിഷയത്തിൽ പോലീസ് നൽകുന്ന വിശദീകരണം അർഷാദും മറ്റൊരാളുമായി ഏതോ വിധത്തിലുള്ള ഒരു സാമ്പത്തിക ഇടപാടുണ്ട് എന്നാണ്. അതായത് അർഷാദല്ലാതെ അർഷാദിന്റെ മറ്റൊരു സുഹൃത്തും മറ്റൊരാളും തമ്മിലുള്ള ഇടപാടാണെന്നും അതിൽ അർഷാദ് ഇടനിലക്കാരനായി പ്രവർത്തിച്ചതാണ് എന്ന് പറഞ്ഞത്. അല്ലാതെ ഒരു 10 ലക്ഷം രൂപയുടെ ഇടപാടാണ് ഇവർ പറയുന്നത്. നൽകണം ആവശ്യപ്പെട്ടാണ് തട്ടിക്കൊണ്ടുപോയത് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയാണ് ഈ താമരശ്ശേരിക്കടുത്തുള്ള ഈങ്ങാപ്പുഴ പൂലോടുള്ള ഭാര്യ വീട്ടിൽ വെച്ച് ഈ അർഷാദ് അടിവാരത്തേക്ക് എന്നും പറഞ്ഞ് പോകുന്നത്. ഏകദേശം 12:30 മണിക്ക്. പിന്നീട് ഏറെ വൈകി പലതവണ വിളിച്ചപ്പോഴും ഉടനെ വരുമെന്ന് പറഞ്ഞു. പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നീട് ശനിയാഴ്ച ഉച്ചയോടെയാണ് വീട്ടില് ബന്ധുക്കൾ വിളിച്ച സമയത്ത്, പിതാവും അതുപോലെ സഹോദരനൊക്കെ വിളിച്ച സമയത്ത് ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയതാണെന്നുള്ളൊരു വിവരം പറയുന്നത്. ഈ സമയത്താണ് 10 ലക്ഷം രൂപയുടെ കഥയും പറയുന്നത്. ഏതായിരുന്നാലും ഇത് സംബന്ധിച്ച് കുറേയേറെ ആളുകളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 6ഓളം സ്റ്റേഷനിലെ ഓഫീസർമാർ, ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലുള്ള ഒരു സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണം ശക്തമാക്കിയതിനിടെ ഇന്നലെ രാത്രിയാണ് ഈ അർഷാദിനെ ലക്കിടി ഭാഗത്ത്, വയനാട് വൈത്തിരി ഭാഗത്ത് ഇറക്കി വിടുന്നത്. വൈത്തിരിയിലെ ഒരു റിസോർട്ടിൽ താമസിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് 2 ദിവസം. ഏതായാലും അർഷാദിനെ ഇപ്പോൾ നാട്ടിലെ താമരശ്ശേരിയിൽ എത്തിച്ചു. താമരശ്ശേരിയിലേക്ക് ഇപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ പിതാവ് അലിയുടെ സംസാരമാണ് കേട്ടത്. അദ്ദേഹം പറയുന്നു, ഈ അടിവാരത്തേക്ക് KSRTC ബസ്സിൽ വന്നു. അവിടെ നിന്ന് പോലീസ് ജീപ്പിൽ ആശുപത്രിയിൽ എത്തിച്ചു വൈദ്യപരിശോധന നടത്തി, മൊഴി രേഖപ്പെടുത്തി. ഇതിൽ പറയുന്നത് ഇത്തരത്തിലൊരു സാമ്പത്തിക ഇടപാട് ഇല്ല എന്ന രീതിയിലാണ് കുടുംബം പറയുന്നതെങ്കിലും പോലീസ് ഇത് അത്രത്തോളം വിശ്വസിച്ചിട്ടില്ല. ഏതായാലും ഒരാളുടെ അറസ്റ്റാണ് ഇപ്പൊ രേഖപ്പെടുത്തിയത്. താമരശ്ശേരി അമ്പായത്തോട് സ്വദേശിയുള്ള അൽഷാദ് എന്നയാളുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കൃത്യത്തിൽ പങ്കെടുത്തു എന്ന് സംശയിക്കുന്ന അല്ലെങ്കിൽ ഏകദേശം ഉറപ്പായിട്ടുള്ള 6ഓളം ആളുകൾ ഇപ്പോഴും കസ്റ്റഡിയിലുണ്ട്.
ഇതിൽ 3 പേരുടെ പങ്ക് ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു മിനി ലോറിയിലും അതുപോലെ 2 കാറുകളിലുമായാണ് സംഘം എത്തിയത് എന്നൊരു വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ ലോറി അർഷാദ് സഞ്ചരിച്ച കാറിന് കുറുകെ ഇട്ട ശേഷം വണ്ടി നിർത്തിച്ച് അർഷാദിനെ വലിച്ചിറക്കി മറ്റൊരു കാറിൽ കയറ്റി കൊണ്ടുപോയി എന്നാണ് മനസ്സിലാക്കുന്നത്. അഭിലാഷ്, ഇതിൽ ഈ സംഘത്തിന്റെ ഒരു പശ്ചാത്തലം വ്യക്തമാണോ സിദ്ദിഖ്? അഭിലാഷ്, അത് വ്യക്തമായില്ല. അതായത് ഇപ്പോൾ ഈ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളവരുടെയൊക്കെ ഒരു കൃത്യമായ പശ്ചാത്തലം വ്യക്തമാണോ? തീർച്ചയായും നമ്മൾ ഡിവൈഎസ്പി കുറച്ചു നേരത്തെ സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് 3ഓളം ആളുകളുടെ പങ്ക് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇവർ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. ആകെ ഒരു 10ഓളം ആളുകൾക്ക് ഈ കൃത്യത്തിൽ പങ്കുണ്ട് എന്ന രീതിയിലാണ് പോലീസിന്റെ അന്വേഷണം എത്തിയിരിക്കുന്നത്. ഇവർ പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് താമരശ്ശേരി ഭാഗത്തുള്ള ഒരു വ്യക്തിയാണ് ഇതിന് നേതൃത്വം നൽകിയത് എന്ന രീതിയിൽ പോലീസ് പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളത് തന്നെയാണ്. ഏതായാലും ഇന്ന് വൈകിട്ട് താമരശ്ശേരി സ്വദേശി എന്ന് പറയുമ്പോൾ അയാൾ ഈ സംഘത്തിൽ വരുന്ന ആളാണോ? ഇപ്പോൾ ഈ കസ്റ്റഡിയിലുള്ളവരിൽ വരുന്നുണ്ടോ? ഈ വിഷയം പോലീസ് വ്യക്തമാക്കിയിട്ടില്ല, ആരൊക്കെയാണ് കസ്റ്റഡിയിലുള്ളത് എന്ന കാര്യം. കാരണം ഇവരുടെ പങ്ക് എത്രത്തോളം എന്ന് വ്യക്തമായതിനു ശേഷം മാത്രമേ ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഇവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുകയും ചെയ്യൂ എന്നാണ് ഡിവൈഎസ്പി നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കാരണം കുറേയേറെ ആളുകളെ വിളിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പലരെയും വിട്ടയച്ചു. എന്നാൽ പങ്കുണ്ട് എന്ന് ഏറെക്കുറെ വ്യക്തമായ ആളുകളാണ് ഇപ്പോഴും കസ്റ്റഡിയിൽ തുടരുന്നത്. അഭിലാഷ്, റൈറ്റ്. സിദ്ദിഖ് പന്നൂറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. 100 കോടിയുടെ ഭൂമി തട്ടിപ്പ് കേസിൽ തമിഴ്നാട് മുൻ മന്ത്രി MR വിജയഭാസ്കർ തൃശൂരിലെ ഒളിത്താവളത്തിൽ നിന്ന് അറസ്റ്റിലായി. വ്യാജരേഖയുണ്ടാക്കി 100 കോടിയോളം രൂപയുടെ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന കേസിലാണ് പ്രതിയെ CBCID അറസ്റ്റ് ചെയ്തത്. അണ്ണാ DMKയുടെ മുതിർന്ന നേതാവായ വിജയഭാസ്കർ കഴിഞ്ഞ എടപ്പാടി പളനിസ്വാമി സർക്കാരിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു. സുവി വിശ്വനാഥൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സുവി, എപ്പോഴായിരുന്നു മുൻ മന്ത്രിയെ പിടികൂടിയത്? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, തമിഴ്നാട്ടിൽ ഏറെ വാർത്താ കോളിളക്കം ഉണ്ടാക്കിയ സംഭവമായിരുന്നു 100 കോടിയുടെ ഭൂമി തട്ടിപ്പ്. ഈ ഭൂമി തട്ടിപ്പ് കേസിലാണ് ഇപ്പോൾ അവിടുത്തെ മുൻ ഗതാഗത മന്ത്രിയായിരുന്ന വിജയ് ഭാസ്കർ അറസ്റ്റിലായിരിക്കുന്നത്. കേരളത്തിൽ നിന്നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തൃശൂരിൽ പീച്ചിയിൽ അദ്ദേഹം ഒളിവ് സങ്കേതത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് അദ്ദേഹം ഈ വിജയ് ഭാസ്കറും അദ്ദേഹത്തിന്റെ ഒരു അനുയായിയും കൂടെ പീച്ചിയിലെ ഒരു വാടക വീട്ടിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നു എന്നാണ് വിവരം. കേരളത്തിലേക്ക് വിജയഭാസ്കർ കടന്നിട്ടുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ CBCID ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. CBCIDക്ക് ഇത് സംബന്ധിച്ച് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ആ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ കേരളത്തിലുടനീളം പരിശോധനയും അന്വേഷണവും നടത്തിയിരുന്നു. ആ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ വിജയഭാസ്കർ പിടിയിലായിരിക്കുന്നത്. ഇന്ന് രാവിലെ 8:30 ഇവരെ പീച്ചി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കി. അതിനുശേഷം ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. 100 കോടിയുടെ ഭൂമി തട്ടിപ്പാണ് ഈ വിജയഭാസ്കറിനെതിരെ ഉയർത്തിയിരിക്കുന്നത്. വ്യാജരേഖയുണ്ടാക്കി കരൂർ സ്വദേശിയായ ഒരാളുടെ കൈവശം നിന്ന് 100 കോടിയോളം വരുന്ന ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നാണ് കേസ്. ആ കേസിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. എടപ്പാടി പളനിസ്വാമിയുടെ മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായിരുന്നു ഈ വിജയ് ഭാസ്കർ. അന്നാണ് ഈ സംഭവത്തിന്റെ ഒരു സംഭവം ഉണ്ടാവുകയും പരാതി ഉയർന്നു വരികയും ചെയ്തത്. ഏതായാലും തമിഴ്നാട്ടിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയ കേസാണ് ഈ 100 കോടി രൂപയുടെ ഭൂമി തട്ടിപ്പ് എന്ന് പറയുന്നത്. അതിലാണ് തമിഴ്നാട്ടിലെ ഒരു മുൻ മന്ത്രി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അതും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ വെച്ചാണ്. കേരളത്തിലെ തൃശൂരിൽ പീച്ചിയിൽ വെച്ചാണ് അദ്ദേഹം ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. സൂചിപ്പിക്കുന്ന പോലെ തമിഴ്നാട്ടിൽ വലിയ വാർത്താ കോളിളക്കം സൃഷ്ടിച്ച ഒന്നാണ്. മുൻ മന്ത്രിയാണ്. 100 കോടി രൂപയുടെ തട്ടിപ്പാണ്. ഇതിലിപ്പോൾ ഈ തമിഴ്നാടിൻ്റെ അതിർത്തി സംസ്ഥാനം എന്ന നിലയിൽ ഒരു സുരക്ഷിത താവളം തേടി അദ്ദേഹം എത്തിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? അതെയോ ഈ തൃശ്ശൂരിലേക്ക് എത്താൻ കൃത്യമായ മറ്റെന്തെങ്കിലും കണക്ഷനുകൾ ഈ മന്ത്രിക്കുണ്ടായിരുന്നോ? അങ്ങനെ വല്ല സൂചനയും ലഭിച്ചോ? എങ്ങനെയാണ് ഈ മന്ത്രി ഇവിടെയുണ്ട്, മുൻ മന്ത്രി ഇവിടെയുണ്ട് എന്നൊക്കെ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞത്? അത്തരം വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ സുവി? അഭിലാഷ്, അത്തരത്തിലുള്ള വിവരങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. നമുക്കറിയാൻ സാധിക്കുന്നത് ഈ വിജയ് ഭാസ്കർ എന്ന മന്ത്രി
ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ തന്നെ അദ്ദേഹത്തെ അവിടെ നിന്ന് കാണാതായിരുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തിന് ചില ബന്ധങ്ങൾ ഉള്ളത് കേരളത്തിൽ ആണ് എന്ന സൂചനകൾ CBCIDക്ക് ലഭിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി CBCID നിരന്തരം അന്വേഷണത്തിലായിരുന്നു. ആ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ തൃശ്ശൂരിൽ നിന്ന് പിടികൂടാൻ സാധിച്ചിരിക്കുന്നത്. PG പോലീസ് ആണ് അദ്ദേഹത്തെ പിടികൂടാൻ സഹായിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ PG പോലീസ് പിടികൂടി ഇന്ന് രാവിലെ കോടതിയിലും ഹാജരാക്കിയ ശേഷം ഇപ്പോൾ വിജയ് ഭാസ്കറിനെയും അദ്ദേഹത്തിൻ്റെ ഒരു അനുയായി കൂടെ ഒപ്പം അറസ്റ്റിലായിട്ടുണ്ട്. അയാളെയും കൊണ്ട് തമിഴ്നാട്ടിലേക്ക് സംഘം തിരിച്ചിട്ടുള്ളത്. അഭിലാഷ്, തമിഴ്നാട് മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കേരളത്തിൽ ഒളിവിൽ താമസിച്ചിരുന്നത്. തൃശ്ശൂരിൽ നിന്നാണ് അദ്ദേഹത്തെ പിടികൂടിയത്. 100 കോടി രൂപയുടെ തട്ടിപ്പ് കേസിൽ ആണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. സുബി വിശ്വനാഥനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.